വാടാ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അജാൻ അറബി ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എടുത്ത് അതേ സ്ഥാനത്ത് നിന്നിട്ടാണ് ഈ വീഡിയോയുടെ ഇൻട്രോ എടുക്കുന്നത്. നമ്മൾ ആദിക്കുട്ടനെ കാണാൻ പോവാണ്. ആദിക്കുട്ടനെയും മമ്മിയെ ഒരു 10, 12, 13, 14 അല്ലേ 10-15 ദിവസത്തോളം ആവുന്നെന്ന് എനിക്ക് തോന്നുന്നു അവനെ കാണാതിരിക്കുന്നു. മമ്മിയെ കണ്ടിട്ട് അതെ. അപ്പൊ ഒരു എന്താ പറയാ, ഇത്രയും ദിവസം അവരെ കാണാതിരുന്നിട്ടൊരു ഭയങ്കര വിഷമമായിരുന്നു. അതെ. അപ്പൊ എന്തായാലും വയ്യെങ്കിലും അവരെ പോയി കൂട്ടിക്കൊണ്ട് വരും. പിന്നെ അവനെ തിങ്കളാഴ്ച തൊട്ട് സ്കൂളിൽ വിടാലോ എന്നൊക്കെ വിചാരിച്ചു. അതെ, എന്തായാലും നമ്മൾ അവനെ കാണാൻ പോവാണ്. അതാണ് നമ്മുടെ വീഡിയോ. അപ്പൊ നമുക്ക് അവനൊരു ആഗ്രഹം, അവന് എപ്പോഴും പറയും അപ്പാ വാ കട്ടപ്പന വന്നാ മതി എന്നൊക്കെ പറയാം. അവിടെ വന്നാൽ മതി, ഞാൻ അങ്ങോട്ട് വരാം, അങ്ങനൊക്കെ അവൻ പറയുമായിരുന്നു. അപ്പോൾ അവന് കാണണമെന്ന് അവനും ഭയങ്കര ആഗ്രഹമുണ്ട്. കാണുമ്പോ അവന്റെ എക്സ്പ്രഷൻ എന്താന്ന് നമുക്ക് നോക്കാം കേട്ടോ. പിന്നെ ആവക്കുട്ടീനെ ആയാലും നമ്മള് അന്ന് കണ്ടത് കുറെ നാളായിട്ട് കണ്ടില്ലായിരുന്നു. വീഡിയോകളൊക്കെ വിളിക്കുമ്പോഴേ കാണുന്നത്. ആവക്കുട്ടീനെ കാണണം. അന്നക്കുട്ടീനെ കണ്ടിട്ട് അവര് കൊറേ ദിവസമായി. അവക്ക് അസുഖം വന്ന പിന്നെ എവിടെ നേടിയെടുത്ത് അവളുടെ ഉടുപ്പേരം കണ്ടിരുന്നു. വിഴുങ്ങി കളയും. അതാവുമ്പോ പിന്നെ വിഴുങ്ങിയല്ല. അപ്പം അങ്ങനെ അന്നക്കുട്ടീനെ കണ്ടിട്ട് കൊറേ നാളായി അവര്. അപ്പം മമ്മിക്കായാലും ഭയങ്കര കണ്ടില്ലല്ലോ എന്ന് ഭയങ്കര ഇതായിരുന്നു. മമ്മിക്ക് ഇവളെ കാണാഞ്ഞിട്ട് ഭയങ്കര വിഷമമാണ്. അന്നക്കുട്ടീനെ കാണാൻ മമ്മിയോട് പറയും ഫോണിൽ കൂടെ എടുത്തേ എന്ന് പറഞ്ഞിട്ട് അന്നക്കുട്ടി എത്തേ അല്ലേ അങ്ങനെ പറയുമായിരുന്നു കേട്ടോ. മമ്മിക്ക് ഭയങ്കര വിഷമാണ്. അപ്പൊ എന്താ ഇപ്പൊ വർത്താനൊക്കെ പറയാൻ തുടങ്ങുമ്പോഴാണല്ലോ നമുക്ക് കുറച്ചുകൂടെ ഫീലിങ്സ് കൂടുക. കാരണം അവരുടെ എക്സ്പ്രഷൻസ് ഒക്കെ നമുക്കും കിട്ടുമല്ലോ. അവളെല്ലാം പറയുമല്ലോ. അവളെല്ലാം പറയും കേട്ടോ. നമ്മളെന്ത് ആദിക്കുട്ടനാണെങ്കിലും അതുപോലെ തന്നെ അവനും എടുത്തേന്ന് പറയും. ഇടയ്ക്ക് വിളിച്ചിട്ട് ഇടയ്ക്ക് പറയും അപ്പ അമ്മ വാന്ന് പറയും. ചായ വാ ചായാന്നും പറഞ്ഞോണ്ട് കിടന്നുണ്ട് അച്ഛനൊക്കെ. അപ്പൊ ഇനി എന്തായാലും നമുക്ക് ഇനി അവരുടെ അടുത്ത് ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ ഉച്ചയായ സമയം കാണിക്കാം. ഓക്കെ. നമ്മളതാ അന്നക്കുട്ടിക്ക് ആവക്കുട്ടിക്ക് ഡ്രസ്സൊക്കെ മേടിച്ചിറങ്ങുവാണ്. അമ്മ ഉണ്ടോ ഗേറ്റ് തള്ളി തുറക്കുന്നുണ്ടോ? ഓ നമ്മളിവിടെ എത്തിയിരിക്കണോ? ഇവിടെ വേണ്ട വരുന്നുണ്ട്. വേണ്ട ഞാൻ അങ്ങോട്ട് വരാം. എന്റെ പൊന്നെ സൂക്ഷിക്കണേ. എടി സൂക്ഷിക്കണേന്നോ? അമ്മ ഓ വാ വാ വന്നെന്ന് പറഞ്ഞു പോയി. എന്റെ പൊന്നെ എന്റെ ചക്കര കുട്ട വാടാ. നമുക്ക് ചെല്ലും. ഔട്ടേ എന്തോ അതെ ഫോണിൽ കൂടെ എടുക്കാൻ പറയുന്ന. മുകളിൽ ചെറിയൊരു നനവൊക്കെ ഉണ്ട്. വെള്ളമൊക്കെ വേണം. ഡ്രസ് അല്ലേ എന്റെ പൊന്നെ. ആദിക്കുട്ടാ ഇനി വന്നേ എടുക്കട്ടെ. ഡ്രസ് ബില്ല് നോക്കി നമ്പർ നോക്കി എടുത്തോ. ഇനി എടുത്തോ കുറച്ചെടുത്തോ. ഡ്രസ് എടുത്തോ. ആവൂട്ടിക്ക് ഡ്രസ് കൊടുക്കാം. ആവൂട്ടിക്ക് കൊണ്ട് കൊടുക്കണേ കേട്ടോ. കൊണ്ട് കൊടുക്കണേ. തുറക്ക് എടുക്ക്. അത് ആവൂട്ടിക്ക് കൊണ്ട് കൊടുത്ത് ചെല്ല്. അത് ആവൂട്ടിക്ക് കൊണ്ട് കൊടുത്ത് ചെല്ല്.
ഇറങ്ങി വാ ഇറങ്ങി വാ. ഇറങ്ങിക്കൊണ്ട് കൊടുക്കുക. ഇറങ്ങി വാ. കൊണ്ട് കൊടുക്ക്. അവിടെ കൊണ്ട് കൊടുക്ക്. ന്യൂനിക്ക് ഉടുപ്പ്. അവൻ അവന്റെ ഉടുപ്പ് നോക്കും. ഇത് മൊത്തം ആദിക്കാടാ. ആ ഊട്ടി മുന്നിലല്ലേ? അന്തപ്പെട്ട് എല്ലാ പിള്ളേരും ഓരോ മടി കയറി ആദ്യം കൊച്ചിന്റെ ഡ്രസ് കണ്ടോ? സൂപ്പറാണോ? ആ ഒരു ഡ്രസ് ഇട്ട് നോക്കുകയാണ്. പുറത്തൂടെ ഇടാനാ? ആ വണ്ടി, കൊച്ചിന്റെ വണ്ടി. എങ്ങനെയാ ഓടിക്കുന്നല്ലേ? വലുതാണോ? കണക്കാം. ആ സൂപ്പർ ആട്ടോ. ഇട്ട് പിടിപ്പിക്കും. ആദിക്കുട്ടാ വേണ്ട. ഈ ചാനടുത്ത് പോകുന്നു, അമ്മയുടെ അടുത്ത് പോകുന്നു. മമ്മി വരണോ? മമ്മി വരുന്നുണ്ടോ? മമ്മിയെ കൊണ്ടോണോ? ആ മമ്മിയെ കൊണ്ടോണോ? ഓനെ കൊണ്ടോണോ? അച്ചാച്ചനെ കൊണ്ടോണോ? വേണ്ടേ? ന്യൂഞ്ഞിനെ കൊണ്ടോണോ? മമ്മീനെ കൊണ്ടോണോ? അവര് കാര്യങ്ങൾ അങ്ങനെ കൃത്യമായിട്ട് ഇവിടെയുള്ളവർ അവിടെയുള്ളവർ ആരൊക്കെയാണ് നോക്കണേ. ചെരുപ്പിടുന്നുണ്ടോ? കൊച്ചി ഇവിടെ നിന്നോ? ഞങ്ങൾ മമ്മീനെ കൊണ്ടുപോകണം. ആണോ? ഞാനും വീട്ടിൽ പോണോന്ന്. കൊച്ചിവിടെ നിന്നോ? ന്യൂഞ്ഞുണ്ട് കളിക്കാൻ, ബൊമ്പയുണ്ട്, അച്ചാച്ചനുണ്ട്. ഇല്ലേ? ന്യൂഞ്ഞി വേണ്ട ബാബു. ന്യൂഞ്ഞി വേണ്ട ബാബു. അമ്മ മാത്രം ഉണ്ടെന്ന്. ബേബി മാത്രമുണ്ട്. ചായ ഇല്ലേ? ചായ വേണം. എന്റെ മോനെ